PTM NSS പ്രീ ഡിഗ്രി ഗ്രൂപ്പ് 85 പ്രീ ഡിഗ്രി ഗ്രൂപ്പിൻ്റെ ടൂർ പ്രോഗ്രാം. എല്ലാവരും മൺട്രോ ഐലൻഡ്. VTM NSS 85-87 PDC ബാച്ചിൻ്റെ മൺട്രോ തുരുത്തിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 മാർച്ച് 9 നമ്മുടെ ബാച്ചിൻ്റെ സ്നേഹബന്ധങ്ങളെ പുതുക്കിയ ഒരു അതിമനോഹര ദിനം. നീണ്ട 38 വർഷങ്ങൾ പിന്നിട്ട പഴയ സ്മൃതികൾ പുതുക്കാൻ, പഴയ സുഹൃത്തുക്കളെ പുതുക്കാൻ, പഠനകാലത്തെ നർമ്മങ്ങളെയും സൗഹൃദങ്ങളെയും വീണ്ടും അനുഭവിക്കാൻ ഞങ്ങൾ കൂട്ടമായി മൺട്രോ തുരുത്തിലേക്ക്. ആലുമിനി ഗ്രൂപ്പ് തുടങ്ങിയതിന് ശേഷം കുറേ നാളായി ആഗ്രഹിച്ചിരുന്നത് യാഥാർത്ഥ്യമാക്കിയ മനോഹര ദിനം. പാറശാലയിൽ നിന്നാണ് നമ്മൾ യാത്ര ആരംഭിച്ചത്. വേറിട്ടതും ഹൃദയസ്പർശിയുമായ അനുഭവങ്ങൾ നിറഞ്ഞ ഈ യാത്രയിൽ സുഹൃത്തുക്കൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൂട്ടം ചേർന്നു. പരശുവയ്ക്കലിൽ നിന്ന് നെയ്യാറ്റിങ്കര, ബാലരാമപുരം, തിരുവനന്തപുരം, അങ്ങനെ കൂട്ടുകാർ ജോയിൻ ചെയ്തു. ഒരു ഹോട്ടലിൽ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ്, നമുക്ക് വേണ്ടി മാത്രം ഒരുക്കിയ പോലെ ഒരു ഹാൾ, അതിൽ നമ്മൾ മാത്രം. ഓരോ ആളും ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്തു. ചായയുടെ ചൂടിലും ദോശയുടെ മസാലയും ഉഴുന്നുവടയുടെ മൃദുത്വവും ചിരിച്ചും പഴയ ഓർമ്മകൾ പങ്കുവച്ചും തിരക്ക് കുറഞ്ഞ പ്രഭാതം സ്നേഹമയമായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം എല്ലാവരും സൊറ പറഞ്ഞ് മിനി വാനിൽ കയറി യാത്ര തുടർന്നു. സംഗീതവും ചിരിയും നിറഞ്ഞ യാത്ര. പഴയകാല ഗാനങ്ങൾ, അന്താക്ഷരി, ഓരോരുത്തരും ചിരിച്ചും പാടിയും കൈയടിച്ചും യാത്ര ആഘോഷമായി മാറി. എൻ്റെ ബാല്യകാലത്ത് എന്നെ ഏറെ സ്വാധീനിച്ച വരികളാണ്. അതുകൊണ്ട് തന്നെ ആ വരി എനിക്ക് മറക്കാൻ പറ്റില്ല. വിളക്കിൻ്റെ ചുറ്റിലും കുഞ്ഞുങ്ങൾ തറയും പറയും പതിക്കെ, നിത്യദുഃഖത്തിൻ്റെ ആദ്യ പാഠം ചൊല്ലി അത്താഴവും കാത്തിരിക്കെ, അരികത്ത് കെട്ടിയോൾ കണ്ണുനീറിക്കൊണ്ട് കരിയെടുപ്പൂതി തെളിക്കെ, ചെറുപീടി ചുണ്ടത്ത് പുകയുന്ന നിന്നുള്ളിൽ എരിയുന്ന ചിന്തയെന്താവാം. മത്സര യേശുദാസല്ലോ ഇരിക്കുന്നത് പാട്. പക്ഷെ എല്ലാവർക്കും നാണം. ഒന്നാനാം കുന്നിന്റെ ഓമനകൾ, കാടിലെ കിങ്ങിണികൾ. പോലെ നാനും ഒരു പിള്ളൈതാനേ പലർ വന്ന് കൊഞ്ചും കിളിപ്പിള്ളൈതാനേ.
ഓരോ മുഖവും കാലത്തിൻ്റെ അടയാളങ്ങളോടെ തിളങ്ങുമ്പോഴും ഹൃദയം നമ്മുടെ കലാലയത്തിലേക്കൊരു തിരിച്ചുപോകലായിരുന്നു. തീരുമാനിച്ച പോലെ രാവിലെ 10:30 മണിയോടെ തന്നെ കൊല്ലത്ത് എത്തിച്ചേർന്നു. കായലിൻ്റെ കാഴ്ചകൾ കാണുമ്പോൾ മനസ്സ് അക്ഷരാർത്ഥത്തിൽ ശാന്തത നിറഞ്ഞു. കൊല്ലം ബോട്ട് ജെട്ടിയിൽ നിന്ന് ഞങ്ങൾ ബോട്ടിൽ കയറി മൺട്രോത്തുരുത്തിലേക്ക് യാത്ര തുടങ്ങി. വെൽക്കം ഡ്രിങ്കുമായി ബോട്ടിലേക്ക് ഉള്ള സ്വീകരണം. 2 ബെഡ്റൂം ഉള്ളതായിരുന്നു ബോട്ട്. അഷ്ടമുടി കായലിൻ്റെ ശാന്തതയും പ്രകൃതി സൗന്ദര്യവും ആസ്വദിച്ചു തുടങ്ങിയ യാത്ര. ബോട്ടിൽ നടത്തിയ ബ്രെയിൻ ഗെയിമുകളും തുറന്നു പറച്ചിലുകളും ആ യാത്രയ്ക്ക് വർണ്ണം ചേർത്തു. കൂട്ടുകാരിലുണ്ടായിരുന്ന ആത്മബന്ധം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷവും അതിൻ്റെ ഊഷ്മളത വിട്ടുമാറാത്തതായിരുന്നു. കിച്ചണിലെ ചേട്ടൻ ഉള്ളിയൊക്കെ നുറുക്കി നമുക്ക് സദ്യ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. ബോട്ടിലെല്ലാവരും സെറ്റായി. വെൽക്കം ഡ്രിങ്കിൻ്റെ മാധുര്യത്തിൽ സ്വയം പരിചയപ്പെടൽ. ലതയുടെ തിരിച്ചറിയൽ ശ്രമം വിജയകരമായിരുന്നു. ഞാൻ മറ്റുള്ളവരൊക്കെ എനിക്ക് അറിയാമോ എന്ന് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. എല്ലാവരെയും ഞാൻ പറയുന്നത് ശരിയാണോ എന്നൊന്ന് എല്ലാവരും ചെക്ക് ചെയ്തോളൂ. സുധീർ, പാറശാല പോലീസ്, കൃഷ്ണകുട്ടി അണ്ണൻ, കൃഷ്ണകുട്ടിയുടെ വൈഫ് ആശ, വിജയകുമാരി ടീച്ചർ, ശിവകുമാരിയുടെ മകള്, നമ്മുടെ സുധീറിന്റെ വൈഫ്, നമ്മുടെ ആറയൂർ സജി, ഷാജി, മണികണ്ഠൻ, ഷാജി, വിൻബോട്ട്, ശിവകുമാരിയുടെ ഹസ്ബൻഡ് ജയറാം, എഡ്വിൻ, രാധ, രാഖി, അജിത, അജിതയുടെ മോള്, ജയശ്രീയുടെ മോള്, ദിബേട്ടിന്റെ വൈഫ്, രാധാകൃഷ്ണൻ, എന്റെ സജീവകുമാർ, പ്രവേശ്വരി, ഞാൻ യുടെ അമരക്കാര്. പേരെന്താണ് ചേട്ടാ? സുബ്രഹ്മണ്യൻ. ബോട്ട് സുസ്ഥിരമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്തു കാണുന്ന തെളിഞ്ഞ ആകാശവും അഷ്ടമുടി കായലിലെ വെള്ളത്തിൻ്റെ തിളക്കവും പക്ഷികളും ഒഴുകി നടക്കുന്ന ബോട്ടുകളും മാൻഗ്രൂവ് ചെടികളും പുറം കാഴ്ചകൾ മനസ്സിന് വല്ലാത്ത ശാന്തതയും സന്തോഷവും പകരുന്നതായിരുന്നു. പിന്നെ ഹൃദയം തുറന്ന പല അനുഭവങ്ങൾ. ചിലർ തുറന്ന് സംസാരിച്ചു. പഴയകാല സംഭവങ്ങൾ, തുറന്നു പറച്ചിലുകൾ, കളിയാക്കലുകൾ, സീരിയസ് മാറ്റേഴ്സ്. ഓരോരുത്തരുടെയും ഹൃദയത്തിൽ കൂട്ടായ്മ കൂടുതൽ ഊഷ്മളമായി. 23 കൊല്ലം ഒറ്റപ്പെട്ടാണ് ജീവിച്ചത്. അതുകൊണ്ട് അതൊരു സന്തോഷം എനിക്ക് കൂടുതലാണ്. അത് പറഞ്ഞറിയിക്കാനും പറ്റില്ല. ഇതൊരു തുടക്കമാവട്ടെ. ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ പോകാം. നിഷ്കളങ്കമായ സൗഹൃദത്തിന് മാത്രം ഏറ്റവും വില കൊടുത്തുകൊണ്ട് അതൊരു വലിയ മൂല്യമായി കണ്ടുകൊണ്ട് തുടങ്ങിയ വലിയൊരു ഗ്രൂപ്പാണ്. ഒരുപക്ഷെ നമ്മുടെ നേരിട്ട് താലൂക്കിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരുപാട് സംഘടനകൾ, ഗ്രൂപ്പുകളുണ്ട്. അതിൽ നിന്നും എടുത്തു പറയത്തക്ക വളരെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും നല്ല ഒരു ഗ്രൂപ്പായിട്ട് ഇത് മാധ്യമങ്ങളിലൂടെയൊക്കെ അറിയപ്പെടുന്ന ഒരു വലിയൊരു ഗ്രൂപ്പാണ് ഇന്നും ഈ 17 കാലഘട്ടത്തിൽ നിന്ന് 26 കാലം വ്യക്തിപരമായിട്ട് ഓരോരുത്തരും അവരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയിൽ നമ്മളിന്ന് 276 പേരും എന്ന് പറയുന്ന ഒരു വലിയ ഒരു പവർ നമ്മൾ ഒറ്റ കീഴിൽ വരികയാണ്. ഇവിടെ നമുക്ക് ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും
പരസ്പരം അറിയാനും ഇന്ന് ആരൊക്കെ ഏതൊക്കെ വിവിധ തുറകളിലൊക്കെ എവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, രാജ്യത്തിനകത്തും പുറത്തും ഏതൊക്കെ മേഖലകളിലാണ്, ഇത് പലരെയും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇന്ന ഡിപ്പാർട്ട്മെന്റിലും ഇന്ന സ്ഥലത്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധിയിൽ വെളുപ്പെടുമെങ്കിലും നമുക്ക് ഓടിച്ചെന്ന് പറയുവാനും അറിയുവാനും അത് കാരണമായത് ഈ ഗ്രൂപ്പ് എന്നുള്ളതാണ്. അതുകൊണ്ട് അതിൻ്റെ മഹത്വം ഞാൻ ഈ വേളയിൽ സ്മരിക്കുകയാണ്. മറ്റൊരു കാര്യം, നമ്മുടെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ സമീപകാലത്ത് നമുക്ക് എല്ലാം പോസിറ്റീവായിട്ട് പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ എൻ്റെ കണ്ണിലൂടെ ഞാൻ നോക്കിക്കണ്ടപ്പോൾ നമ്മുടെ ഗ്രൂപ്പിനകത്ത് എല്ലാവരും ഒറ്റക്കെട്ട് എന്ന് പറയുമ്പോൾ ചില കുറച്ച് പേര് സജീവമായിട്ട് എന്തോ അവരുടെ മനോഭാവം മാനസികമായ അവസ്ഥയാണോ എന്താണെന്ന് അറിയില്ല, അത്ര കണ്ട് പൂർണ്ണമായി യോജിച്ച് നിൽക്കുകയോ നിൽക്കാത്ത അവസ്ഥ പോലെയൊക്കെ എനിക്ക് കഴിഞ്ഞ ഓണത്തിനുള്ള പരിപാടിയിൽ ഏറ്റവും കാണപ്പെട്ടു. എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നുകയും അത് കുറച്ച് വിഷമമുണ്ടാവുകയും ചെയ്തു. അപ്പോൾ അത്തരത്തിലുള്ള പോരായ്മകളെല്ലാം നമ്മൾ തന്നെ പരിഹരിച്ചുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പ് അതിൻ്റെ അന്തസത്ത നിലനിർത്തിക്കൊണ്ട് മാത്രമല്ല ഒരുപാട് നമ്മുടെ സഹോദരന്മാർക്കും മറ്റുള്ളവർക്കും വേണ്ടി ഒരു ചേരിക്ക് എന്ന നിലയിൽ ഒരു സേവനം എന്ന നിലയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ ചില സമയങ്ങളിൽ സൗകര്യം കിട്ടാറുണ്ട്, ചില മറ്റുള്ള അസുഖങ്ങൾ വരും, അതൊക്കെ സ്വാഭാവികമാണ്. എന്നാൽ ഷാജിയും രാഖിയും ഈ ഗ്രൂപ്പിൻ്റെ നടുന്നു അവരാണ് ഇത് തുടക്കം കുറിച്ചത്. അവർക്ക് കുറച്ചുകൂടി ഒരു വൈകാരിക ബന്ധമുണ്ട് ഈ ഗ്രൂപ്പുമായിട്ട്. ആ ബന്ധം നമുക്കില്ല, കാരണം എല്ലാവർക്കും പറയാതെ അറിയാം. അവർ പ്രീഡിഗ്രി കാലത്താണ് തമ്മിൽ രണ്ട് ജീവിത സഖാക്കളായി മാറിയത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പ്രീഡിഗ്രി കാലത്ത് നമുക്കില്ലാത്ത ഒരു കൂടുതൽ നൊസ്റ്റാൾജി അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഗ്രൂപ്പിന് കൂടുതൽ ഈ ഗ്രൂപ്പിന് വേണ്ടി ജീവിക്കുന്ന രണ്ടുപേരാണ്. പിന്നെ ഞങ്ങളുടെ ഫാമിലിക്കകത്ത് മിക്ക ദിവസങ്ങളിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. കാരണം എൻ്റെ ഒരു സെൽഫിഷ്നെസ് ആയിരിക്കാം, രാവിലെ എണീക്കുമ്പോഴും കിടക്കുമ്പോഴും എപ്പോഴും ഷാജി എന്ന് പറഞ്ഞാണ് എൻ്റെ ഹസ്ബൻഡ്. എന്തായിരുന്നാലും ഞാനൊരു കൂട്ടായ്മയിൽ വരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. കായൽക്കാറ്റിൻ്റെ കുളിരും കായൽ വെള്ളത്തിൻ്റെ തെളിമയും ആസ്വദിക്കുന്നതിനോടൊപ്പം മധ്യവേളയിലെ കപ്പയും മീൻകറിയും എല്ലാവരും നന്നായി ആസ്വദിച്ചു. യാത്രയുടെ ഇടവേളകളിൽ കുറേ പേർ ബോട്ടിൻ്റെ സ്റ്റിയറിംഗ് കൈക്കലാക്കി പരിശീലനം തുടങ്ങി. ഡ്രൈവ് ചെയ്തും പോസ് ചെയ്തും ഒരു കായൽ ക്യാപ്റ്റൻ ആവാനുള്ള ശ്രമം. ആ കൊമ്പെന്ന് പറയുന്നത് ആ കയറിട്ടിരിക്കണം, തിരിച്ച് കറക്കി വരണം, അല്ലെങ്കിൽ ആ മൂവിങ് നിൽക്കണം. നിൽക്കുമ്പോൾ പിന്നെ ഇങ്ങനെ ലെഫ്റ്റിലോട്ട് വരാം. ആ ലെഫ്റ്റിലോട്ട് വന്നോളാം. കേട്ടോ, ഒരുപാട് റൈറ്റിൽ പോയി. ആ നേരെ പോണ്ട. എനിക്ക് ലൈസൻസ് തരാന്ന് പറഞ്ഞു. കൊമ്പരൊന്നും കറക്കിയിട്ടില്ലേ കൊച്ചിനെ? രണ്ട് കൈ പിടിച്ചാടാ കറക്റ്റ്. പഠിച്ചു റൈറ്റ് കൂടി സ്റ്റിയറിംഗ് കിട്ടണം കേട്ടോ പറയാൻ. ആ പൊങ്ങി വരുമ്പോ ചിലപ്പോ സ്റ്റിയറിംഗ് കിട്ടണം. ചുറ്റും നോക്കണം. എൻ്റെ തലയിൽ വെയിലടിച്ച് നിനക്ക് ഫ്ലാഷ് അടിക്കും. അടുത്ത വേളകളിൽ കുറച്ച് ചെറിയ ഗെയിമുകളും വിനോദങ്ങളുമായിരുന്നു. ദംഷ്ട്രാറ്റ്സ്, പാട്ട്, നൃത്തം, ഓരോരുത്തരും കുട്ടികളായി ചിരിയും ആവേശവും പകർന്നു. തേനില് മുല്ലവള്ളി തേന്മാവും.
ഫണ്ണി ഒക്കേഷനെ കുറിച്ച് സംസാരിക്കാം. എന്താ കിട്ടിയേ? ഹൗസിനെ കുറിച്ച് 5 നെഗറ്റീവും 5 പോസിറ്റീവും. ഒയിക്കാം. കഠിനാധ്വാനിയാണ്. സ്വന്തം കരിയറിൽ ജോലിയിലും വീട്ടുകാര്യത്തിലൊക്കെ വളരെ കഠിനാധ്വാനിയാണ്. കുറച്ചുകൂടി പുരുഷന്മാരെ എന്നെക്കാളും റീന പാട്ട് പാടണം. സ്തുതിഗീതങ്ങൾ എൻ മാനസം നിന്നിൽ ഒരു നാളും എൻ ഹൃദയ വീണത തന്ത്രികളിൽ. അടിപൊളി. അതന്നെ ഇത്രയും നേരം നമ്മൾ കിടന്ന് ടാസ്ക് വന്നാലേ പാടും. അടിപൊളി. എന്റെ സൗണ്ട് കുഴപ്പമില്ല. മൈക്ക് അടുത്ത് വെച്ചിട്ട് പാടും. 10 ദിവസം കൊണ്ട് സൗണ്ട് കാക്കനാടാണ്. കാക്കനാട് സ്കൂൾ. ഫണ്ണി ഒക്കേഷൻ അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളതൊന്നും ഇല്ല. പക്ഷേ നമ്മുടെ ആശ പറഞ്ഞതുപോലെ കല്യാണം തന്നെ ഒരു തമാശയായിരുന്നു. ഇനി കൊതുമ്പ് വള്ളങ്ങളിൽ മൺട്രോത്തുരുത്തിലേക്ക്. കൊല്ലം ജില്ലയിലുള്ള അതിമനോഹരമായ പ്രകൃതിദാനമാണ് മൺട്രോത്തുരുത്ത്. കായലുകളുടെ മധ്യത്തിലുള്ള ശാന്തത നിറഞ്ഞ ദ്വീപ്. ബോട്ടിൽ നിന്ന് കൊതുമ്പ് വള്ളങ്ങളിൽ ദ്വീപിലേക്കുള്ള യാത്ര തന്നെ വളരെ ഹൃദയഹാരിയായിരുന്നു. കുറേ കൂടെ വ്യക്തമായി കായലിനെ അറിയാൻ മാൻഗ്രൂവ് മരങ്ങളുടെ ഇടയിലൂടെയുള്ള ശീതളിമ നിറഞ്ഞ യാത്ര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗി, നിർവൃതി. ദ്വീപിലെത്തിയപ്പോൾ കൊതുമ്പ് വെള്ളത്തിൽ നിന്ന് ആവേശത്തോടെ എല്ലാവരും ചാടി വെള്ളത്തിലേക്കിറങ്ങി. പ്രായമെല്ലാം മറന്നുപോയി. പഴയ പ്രീ ഡിഗ്രി മനസ്സോടെ എല്ലാവരും ആ വളർന്ന് പന്തലിച്ച മാൻഗ്രൂവ് മരങ്ങളിലേക്ക് ചാടി കയറാൻ തുടങ്ങി. നമ്മളെത്തുമ്പോൾ ശരിക്കും അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അതുതന്നെ നമ്മുടെ ആസ്വാദനത്തിനും ഫോട്ടോ സെഷനും ഒക്കെ വളരെ അനുഗ്രഹമായി. എല്ലാവരും മൺട്രോ ഐലൻഡ്, ഇതാണ് മൺട്രോ ഐലൻഡിലെ ടൂർ പ്രോഗ്രാമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മരം കയറികളെല്ലാം മരത്തിൻ്റെ മുകളിൽ ഇരിക്കുവാണ്. ഇനി ഓരോ മരം കയറികളായിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ മരം കയറികൾക്ക് താഴെ നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് വീണ്ടും മുകളിലോട്ട് എത്രത്തോളം കയറാൻ പറ്റുമോ കണ്ട് മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്.
1985 മരം കയറി കളിച്ചു മറിഞ്ഞ 18 വയസ്സുകാർ 16 വയസ്സുകാർ ഇന്നും മരം കയറാൻ മറന്നിട്ടില്ല എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ആ വെള്ളത്തിൽ നാളികേരവും കപ്പയും എല്ലാം കച്ചവടം ചെയ്യുന്ന ആൾക്കാരെയും കാണാം. നമ്മൾ 2 വള്ളങ്ങളിലായാണ് പോയത്. അടുത്ത ടീം എത്തുന്നതേ ഉള്ളൂ. ഒരു വേറെ ലൊക്കേഷനിൽ പോയിട്ട് തിരിച്ചു വന്നതായിരുന്നു. ഇനി നമ്മൾ ഇവിടുന്ന് മറ്റു ലൊക്കേഷനിലേക്ക് വീണ്ടും പോകും. മൺട്രോ തുരുത്തിൽ നിന്ന് തിരികെ പോരാൻ ആർക്കും തീരെ താല്പര്യമില്ലായിരുന്നു. പക്ഷേ വേറെ ടൂറിസ്റ്റ് ഗ്രൂപ്പ് എത്തിയപ്പോൾ മനസ്സില്ലാ മനസ്സോടെ എല്ലാവരും തിരികെ ബോട്ടിലേക്ക്. ഇനി വായിൽ വെള്ളമൂറുന്ന വിഭവസമൃദ്ധമായ ലഞ്ച്. ചൂട് ചോറും കറികളും കരിമീൻ പൊരിച്ചതും പല പല വിഭവങ്ങളും ചേർന്ന് യാത്രയുടെ രുചികരമായ ഘട്ടമായി. വിഭവസമൃദ്ധവും രുചികരമായ ലഞ്ചിന് ശേഷം വീണ്ടും വിനോദത്തിൻ്റെ ലോകത്തിലേക്ക്. പാട്ടും ചോദ്യോത്തരങ്ങളും പഴയകാല ചർച്ചകളും ഒക്കെയായി. അപ്പോഴേക്കും പഴംപൊരിയും ചായയും ഒക്കെ റെഡിയായി. സമാധാനവും സന്തോഷവും മനസ്സിന് ഊർജവും നൽകിയ യാത്ര ഇനി തിരികെ വാനിലേക്ക്. ഇനി എല്ലാവരും അവരുടെ യാത്രാനുഭവങ്ങളെക്കുറിച്ചും അവരുടെ സന്തോഷം പങ്കുവയ്ക്കുന്നത് നമുക്ക് കേൾക്കാം. പറയാൻ വാക്കുകളില്ല. വർണ്ണനാതീതം. വീണ്ടും ഇതുപോലത്തെ ട്രിപ്പുകൾ പ്രതീക്ഷിക്കുന്നു. കഴിയുമെങ്കിൽ എല്ലാ ട്രിപ്പിലും പങ്കെടുക്കാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ട് നിങ്ങളോടൊപ്പം തന്നെ. അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ മിസ് ചെയ്യുമായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ട്രിപ്പ് വരാൻ സാധിച്ചതിൽ അങ്ങേയറ്റം സന്തോഷിക്കുന്നു. താങ്ക് യു ജയറാം. നമ്മുടെ ഈ വണ്ടി അറേഞ്ച് ചെയ്ത ജയറാമാണ്. അത് ഗ്രൂപ്പിലൊന്നും ആർക്കും അറിയില്ല. പക്ഷെ സൈലന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തത് ജയറാമാണ്. താങ്ക് യു ജയറാം. കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് സന്തോഷം നിറഞ്ഞ എല്ലാവരും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു യാത്ര. അത് ഇങ്ങനെയായി തീർന്നവർ വളരെയധികം സന്തോഷം. താങ്ക് യു മണികണ്ഠൻ. മണികണ്ഠൻ ഈ ആദ്യമാണ് ടൂറ് പോകുന്നു പറഞ്ഞെങ്കിൽ ആദ്യമാണ് ടൂർ ഓർഗനൈസ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. വളരെ കൃത്യമായിട്ട് നമുക്കറിയാം, അപ് ടു ഡേറ്റ് നമ്മുടെ കാര്യങ്ങളെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. യാത്ര നന്നായിരുന്നു. കഴിഞ്ഞ് ബോട്ടിലുള്ള യാത്ര കൊള്ളാം. അവിടെ നിന്ന് മൺട്രോത്തുരുത്തിലേക്ക് പോയതും നല്ല രസമായിരുന്നു. അതിലുപരി ബോട്ടിലുണ്ടായിരുന്ന ആ ഭക്ഷണം നന്നായിരുന്നു. എല്ലാവരും നല്ല സന്തോഷത്തോടുകൂടി പങ്കെടുത്തു. ഇനി ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കണമെന്നും എല്ലാവരും ഫാമിലിയോടെ പങ്കെടുക്കണമെന്നും ഒരു അഭിപ്രായമുണ്ട്. സംഘടിപ്പിച്ച എല്ലാവർക്കും അത് ഒറ്റക്കൂടി നന്ദി പറയാണ്. ടൂർ പൊതുവെ നന്നായിരുന്നു, എൻജോയബിൾ ആയിരുന്നു. ഇത്രയേ ഉള്ളൂ പറയാൻ. എന്തായാലും വരാൻ പറ്റിയത് വലിയ ഭാഗ്യം. എല്ലാത്തിനും ഒരു പടി മുന്നിലുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു ചിന്ത. അപ്പോൾ നമ്മുടെ ഈ ഒരു കൊല്ലം ടൂറ് ഒരു
ഓൾ ഇന്ത്യ ടൂറായിട്ടും അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ ഷോറുമായിട്ട് മാറട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. അടുത്തതായിട്ട് നമുക്കൊരു എടുത്ത തീയതി തന്നെ നമുക്ക് പോകാൻ സാധിച്ചതിൽ വളരെ വളരെ സന്തോഷം. നല്ലൊരു ദിവസം നമുക്ക് സമ്മാനിച്ച ഷാജിക്കും രാഹിക്കും ബാക്കി എല്ലാ മെമ്പേഴ്സിനും നന്ദി പറയുന്നു. വലിയൊരു കൂട്ടമല്ല, ഉള്ള കൂട്ടം വെച്ച് നമ്മൾ എങ്ങനെ ഇന്നത്തെ ദിവസം ആസ്വദിച്ചു എന്നുള്ളതിലാണ് കാര്യം. അതിൽ പൂർണ്ണമായും തൃപ്തനാണ്, സന്തോഷമാണ്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. അടുത്ത കാലത്ത് ജോയിൻ ചെയ്ത പ്രിയ സുഹൃത്ത് സഞ്ജീവ് കുമാർ, അദ്ദേഹം ഒരു ഗായകനാണ് എന്നുള്ളത് നമ്മൾ തെളിയിച്ചിരിക്കുകയാണ്. വരും കാലത്ത് നമ്മുടെ ഒരു വാഗ്ദാനമാണ് നമ്മുടെ ഗ്രൂപ്പിന്റെ. BA എക്കണോമിക്സ് ബാച്ച്, MA എക്കണോമിക്സ് ബാച്ച്, അങ്ങനെ ഒത്തിരി ബാച്ചുകളുണ്ട്. പക്ഷെ ഒന്നിലും ഇങ്ങനെ ഒരു ടൂർ പോകാൻ പറ്റിയില്ല. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പിള്ളേരെ കൊണ്ട് എല്ലാ ദിവസവും പോകും. പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എൻജോയ് ചെയ്ത്. അത് പിള്ളേരാകുമ്പോൾ ടെൻഷനാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ നമ്മൾ മനസ്സ് തുറന്നും അതുകൊണ്ട് ഇത്രയും എൻജോയ് ചെയ്ത് പോകാനും സാധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ്. രാവിലെ മക്കളെ പറഞ്ഞപ്പോഴേ അച്ഛൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു ഫീലിംഗ് ആയിരുന്നു. എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതുപോലെ തന്നെ നമ്മുടെ ദേശീയപരമായിട്ടോ അന്തർദേശീയപരമായിട്ടുള്ള ഒക്കെ ടൂറുകൾ സംഘടിപ്പിക്കാനോ അതിൽ പങ്കെടുക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടെന്ന് എല്ലാം സന്തോഷമായിരുന്നു. പങ്കെടുത്തവർക്കും സംഘാടകർക്കും ഒരുപാട് ഒരുപാട് നന്ദി. ഫോട്ടോ എടുക്കുന്നതിന് ഈ പ്രോഗ്രാം വിജയകരമായിരുന്നു എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. എല്ലാവർക്കും പരസ്പരം ഒരു മാനസികമായ ഒരു ഐക്യവും, സാധാരണ യാത്രകൾ പോകുമ്പോൾ അഭിപ്രായ വ്യത്യാസം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്, സ്വാഭാവികം. പക്ഷേ ഇത് അതൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളെല്ലാം ഒറ്റ മനസ്സോടുകൂടി അല്ലെങ്കിൽ തമാശകളൊക്കെ പറഞ്ഞ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാനസികമായ ഒരു ഐക്യം, മാനസികമായി എല്ലാവരും ഒരുപാട് അടുത്ത് ഇടപഴകാനുള്ള ഒരു മഹനീയ സമ്മർദ്ദം കൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇതിന്റെ ഒരു ഹൈലൈറ്റാണ്. ഏതായാലും ഈ പ്രോഗ്രാം വ്യക്തിപരമായി എൻ്റെ അഭിപ്രായത്തിൽ വളരെ വിജയമാണ് എന്ന് ഇതിൽ സാന്നിധ്യം വഹിച്ചിട്ടുള്ള എല്ലാവർക്കും, ഓരോരുത്തരും ഞാൻ പേരെടുത്ത് പറയത്തില്ല, എല്ലാവർക്കും അവരവരുടേതായ പാർട്ടിസിപ്പന്റ് ആയിരുന്നു. അതെല്ലാം ഭംഗിയായി നിർവഹിച്ചു. ടോട്ടലി പരിപൂർണ്ണ വിജയമാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഈ സമയം നന്ദി പറയുക. വളരെ സന്തോഷകരമായൊരു യാത്രയായിരുന്നു. ഒരു ടൂർ എന്നതിനേക്കാളും നമ്മളെല്ലാ സുഹൃത്തുക്കളും ചേർന്നുള്ള ഒരു സ്നേഹ സംഗമം കൂടെ ആയിരുന്നു സമ്മാനിച്ചത്. പിന്നെ ഇതിന് സംഘാടകരായി പ്രവർത്തിച്ച പ്രത്യേകം പറയാണ്. ഇനിയും നമുക്ക് ഇതുപോലുള്ള ടൂറുകൾ സംഘടിപ്പിക്കണമെന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. അങ്ങനെയുള്ള ടൂറുകളൊക്കെ വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. വളരെ സന്തോഷം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയാണ്. എല്ലാ അംഗങ്ങളും കൂടി അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയതിന് വളരെയധികം പ്രത്യേകം നന്ദി പറയുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുവാണെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു 3/4 ഭാഗവും മാനസികമായും ശാരീരികമായും വേദന അനുഭവിക്കുന്ന രോഗികളോടൊപ്പമാണ് ഇതുവരെ മുമ്പോട്ട് പോയിട്ടുള്ളത്. അതിൽ നിന്നെല്ലാം വിട്ടുമാറി കുറച്ചു നേരമെങ്കിലും ഒന്ന് മനസ്സിന് ഉല്ലാസം കണ്ടെത്തണമെന്ന് തോന്നി തുടങ്ങിയിട്ട് കുറച്ച് നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തതിനും അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് പങ്കെടുക്കാൻ പറ്റിയതിനും അതിനവസരം ഒരുക്കി തന്ന ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഭാരവാഹികളോട് എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുകയാണ്. പ്രത്യേകിച്ചും ഏതൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോഴും അതിന്റെ കോർഡിനേഷൻ എന്ന് പറയുന്നതാണ് വളരെ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക്. പക്ഷെ നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഓരോ കോർഡിനേറ്റേഴ്സും അവർ വളരെയധികം റെസ്പോൺസിബിലിറ്റികൾ ഏറ്റെടുത്ത് അവനവൻ്റെതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റികൾ വളരെ നല്ല രീതിയിൽ നിർവഹിച്ചു. അതിനെല്ലാത്തിനും പ്രത്യേകം നന്ദി പറയുകയാണ്. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ വന്നതാണ്. വരുമ്പോഴേ ബോറടി ആകുമോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പലരെയും പരിചയമില്ല. ആകെ കൂടെ ഞാൻ കേട്ടിട്ടുള്ളത് ഷാജിയും രാഖിയെ കുറിച്ചാണ്. അപ്പോൾ പക്ഷേ ബാക്കി വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് എന്നോട് ഇടപെട്ടത്. എല്ലാവരും എൻ്റെ കൂടെ പഠിച്ചവരെ പോലെ തന്നെയായിരുന്നു. ഞാൻ പ്രത്യേകിച്ചും പ്രീ ഡിഗ്രി മുതൽ PG വരെയും ഒരു എല്ലാം വിമൻസ് കോളേജുകളിലാണ് പഠിച്ചു വന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇതുപോലെ ഗെറ്റ് ടുഗദറോ അല്ലെങ്കിൽ ഗ്രൂപ്പുകളോ ഒന്നും തന്നെ ഇല്ല. അപ്പം അങ്ങനെയുള്ള അവസരങ്ങളൊന്നും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ അതിപ്പോഴൊരു വലിയ നഷ്ടമാണെന്ന് നിങ്ങളുടെ യാത്ര എന്നപ്പോഴും മനസ്സിലായി.
അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കി തന്ന ഷാജിയോടുള്ള നന്ദി അറിയിക്കുന്നു. ഉച്ചയ്ക്ക് ഔട്ട്പോർട്ടിൽ വെച്ച് ഞാൻ പറഞ്ഞത് ഷാജിക്ക് വിഷമമായോ എന്ന് ഷാജിയുടെ മുഖം കണ്ടപ്പോൾ എനിക്കൊരു ഡൗട്ടുണ്ട്. പക്ഷെ ഞാൻ പ്രത്യേകിച്ചൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. അത് കേട്ടതുകൊണ്ട് ഇനിയുള്ള യാത്രകളിൽ ഞങ്ങളെ രണ്ടുപേരെയും ഒഴിവാക്കരുത്. വിളിച്ചാൽ ഇനിയും ഞങ്ങൾ വരുന്നതായിരിക്കും. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ടൂറിന്റെ പാർട്ടാവാൻ പറ്റിയിൽ വളരെ സന്തോഷം. മോള് വിചാരിച്ചു മുടുക്കന്മാരെ കൂടെ പോയി എന്താവും എന്ന് വിചാരിച്ചു. ഞാനെങ്ങനെ വിചാരിച്ചു, പക്ഷെ മാറി. വിചാരമൊക്കെ മാറി. നമ്മളാണ് നമ്മുടെ കൂടെ നല്ലൊരു എക്സ്പീരിയൻസ്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത് അടുത്ത നമ്മൾ ഇതൊരു പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ എല്ലാ ഫാമിലിയായിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഇത്രയും നല്ല രീതിയിൽ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തതിന് ഷാജിയോട് പിന്നെ അഷ്ടമുടി കായലിലെ തോണി യാത്രയാണ് നടത്തിയത്. അതുകൊണ്ട് ഞാൻ തോണി യാത്രയെക്കുറിച്ച് ഒരു കവിതയുടെ താല്പര്യം പറയുകയാണ്. അന്ത്യപ്രസംഗമാണെങ്കിൽ ക്ഷമിക്കണം. മഹാകവി വള്ളത്തോളിന്റെ തോണി യാത്ര എന്നൊരു കവിതയിലെ 4 വരിയുണ്ട്. കാവ്യം സുഖേയം, കഥ രാഘവീയം, കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ, ചൊല്ലുന്നതോ ഭക്തിമയ സ്വരത്തിൽ ആനന്ദ ലബ്ധിക്ക് നീ എന്തു വേണം. ആ ആനന്ദ ലബ്ധി ആണ് ഈ ടൂർ കൊണ്ട് എനിക്കും നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും കിട്ടിയത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇതിന്റെ സംഘാടകർക്ക് 100,000 അഭിനന്ദനങ്ങൾ, നന്ദി. എല്ലാവർക്കും പ്രത്യേകിച്ച് ഞങ്ങളുടേതായ ഷാജിക്കും ശർമ്മയ്ക്കും മണികണ്ഠൻ എല്ലാവർക്കും പ്രത്യേകം നന്ദി. ഞാൻ ടൂർ പോകണമെന്ന് വരുമ്പോൾ റീനയോട് ഞാൻ ചോദിച്ചു. അപ്പോൾ അന്നെന്ന് പറഞ്ഞപ്പോൾ സർപ്രൈസ് യൂഷ്വലി ഇതൊന്നും നമ്മൾ ടൂറൊന്നും വരുമൊന്നും തന്നിട്ടില്ല. അപ്പോൾ ഞാൻ പിന്നെ ഓരോ ദിവസവും വന്നില്ലെന്ന് പറയുമായിരിക്കും എന്ന് വിചാരിച്ചോണ്ടിരുന്നു. പിന്നെ ഓരോ വരാൻ വേണ്ടി പ്ലാൻ ചെയ്യാൻ സന്തോഷം തോന്നി. അങ്ങനെ എന്തായാലും നമ്മൾ ഇന്ന് കാണുന്നത് നമ്മൾ എൻജോയ് ചെയ്യും. ഇപ്പോഴത്തെ പോളിസി ഉണ്ട്. എനിക്ക് പറ്റുമോ, ഞാനൊരു 3 വർഷം ഇങ്ങനെ ഒരേ കിടക്കയിലായിരുന്നു. അതിനുശേഷം ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ട്. ഇന്ന് എന്തായിരിക്കുന്നോ അത് നമ്മളങ്ങ് എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ. നന്നായിട്ട് എൻജോയ് ചെയ്തു. സ്കൂളിൽ എന്ന് പറഞ്ഞാൽ ഈ 4 വർഷത്തിന് 3 സ്കൂളിൽ ജോയിൻ ചെയ്തപ്പോൾ ഒത്തിരി പിള്ളേരുടെ കൂടെ ടൂറിന് പോയി, സ്റ്റാഫിൻ്റെ കൂടെ. പക്ഷെ ഇത്രയും എൻജോയ് ചെയ്ത ഒരു സംഭവം ഉണ്ടായി പക്ഷേ എൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും പ്രത്യേകിച്ച് സംഘാടകർക്ക് ഒന്നുകൂടെ പറയുന്നത് ഷാജി, രാഖി, ലത, മണികണ്ഠൻ, ജയറാം എല്ലാവർക്കും നന്ദി പറയുന്നു. വന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഇത്രയും ഒരു ചെറിയ ടൂറാണെങ്കിൽ അതിന് ഇത്രയും ഒരു എൻജോയബിൾ ഹാർട്ട് ടച്ചിങ് ആക്കി തന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയതിന് അതിൻ്റെ സംഘാടകർക്ക് എല്ലാവർക്കും ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. നല്ലൊരു പ്രോഗ്രാമായിരുന്നു. ഒരു ദിവസം പോയതറിഞ്ഞില്ല. ഇനി അതുപോലെയുള്ള ടൂറുകൾ കണ്ടക്ട് ചെയ്യണം. അതിൽ ഫാമിലിയെല്ലാം ഉൾപ്പെടുത്താൻ താല്പര്യമുണ്ടാകും എല്ലാവർക്കും. എല്ലാവർക്കും നമസ്കാരം. പൊതുവേ യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും എവിടെയെങ്കിലും ഒരു ചെറിയ ചാൻസ് കിട്ടിയാൽ യാത്ര പോവും, തന്നെയാണെങ്കിലും പോവും. ആദ്യം ഇന്ത്യ അറിയണം, അതിന് ശേഷം ബാക്കി പുറത്തോട്ടൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ യാത്ര എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ 3ാമത്തെ ട്രിപ്പാണ് ഇതേ സ്ഥലത്തേക്ക്. ആദ്യം വന്നപ്പോൾ സാമ്പ്രാണിക്കോടി പോയി, രണ്ടാമത് വന്നപ്പോൾ മൺറോത്തുരുത്ത് പോയി, വീണ്ടും പ്രാവശ്യം മൺറോത്തുരുത്ത് തന്നെ പോയി. മരം കയറാൻ പറ്റി, അതൊരു വലിയൊരു സന്തോഷമുള്ള കാര്യം. വീണില്ല ഭാഗ്യത്തിന്. എനിക്ക് പറയാനുള്ളത്, ഞാനൊന്നും ചെയ്തില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു എന്താ പറയണ ഫോർ നെയിം സേക്ക് കൺവീനറായിരുന്നു ആദ്യം മുതലേ. അങ്ങനെ എനിക്ക് സമയമില്ലായിരുന്നു മെയിനായിട്ട്. എല്ലാ കാര്യങ്ങളും ഷാജി അറേഞ്ച് ചെയ്തു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഗ്രൂപ്പിൽ ഓരോ മെസ്സേജുകൾ ഇടുന്നു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബോട്ടിൻ്റെ കാര്യം ആദ്യം തിരക്കി, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഷാജിക്ക് പറഞ്ഞു കൊടുത്തു. ഷാജി തന്നെയാണ് അന്വേഷിച്ച് കാര്യങ്ങൾ ചെയ്തത്. ബസ്സിൻ്റെ അറേഞ്ച് ചെയ്തത് ജയറാമാണ്. അതുപോലെ പൈസ കളക്ട് ചെയ്തത് മണികണ്ഠനാണ്. ബാക്കി നിങ്ങളെല്ലാവരും വന്നു. ടൂർ ഭംഗിയായി നടക്കുകയും ചെയ്തു. നമ്മളെ ഈ പ്രവേശ് പറഞ്ഞ പോലെ തന്നെ നമുക്കാർക്കും
ഒരു അഭിപ്രായ വ്യത്യാസമോ ഒരു മനസ്സിന് സങ്കടം ഉണ്ടാകുന്ന ഒരു പെരുമാറ്റമോ ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. അത് തന്നെ വലിയൊരു കാര്യമാണ്. വളരെ സന്തോഷം. എല്ലാവരും തന്നെ വളരെ നന്നായിട്ട് സഹകരിച്ചു. നമുക്ക് പ്ലാൻ ചെയ്യാം ഇനിയും ഒരുപാട് ടൂറുകൾ. എന്തായാലും നല്ല ഒരു ദിവസം ഈ പറഞ്ഞ പോലെ അതിനകത്ത് കയറി, അല്ലെങ്കിൽ രാവിലെ 6 മണിക്ക് കൃത്യം ആ ബസ് സ്റ്റാൻഡിൽ വന്നത് തൊട്ട് ഈ നിമിഷം വരെയും ഒരു അല്പം പോലും ഒരു മടുപ്പോ അല്ലെങ്കിൽ എന്തിനു വന്നു എന്നൊരു തോന്നലോ ഒന്നും തന്നെ ഉണ്ടായില്ല. എന്തായാലും നല്ലൊരു യാത്രയായിരുന്നു, നല്ല അനുഭവമാണ്. സന്തോഷം. നല്ല ഓർമ്മകൾ സമ്മാനിച്ച എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. താങ്ക് യു. ഈ ടൂറിന്റെ ഒരു വിജയം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ 100 ഔട്ട് ഓഫ് 100 ആണ്. കാര്യം 26 പേർക്ക് കപ്പാസിറ്റി ഉള്ള ഒരു ബസ്സിൽ 26 പേര് പോകുന്നു. ഇന്നലെ അത് 27 ആയിരുന്നു. ഇന്ന് രാവിലെ ആയപ്പോൾ അത് 26 ആയി. അപ്പൊ 26/26 എന്ന് പറഞ്ഞാൽ 100 ഔട്ട് ഓഫ് 100. അത് 100% പങ്കാളിത്തമുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ്. നമ്മുടെ ഇതിനകത്തൊരു നമ്മളിതൊരു മത്സരത്തിന് വെക്കുന്ന ഒരു പ്രോഗ്രാം അല്ല. അപ്പൊ ഇതിന് എത്ര പേര് പങ്കെടുക്കുന്നു എന്നുള്ളതല്ല വിഷയം. പങ്കെടുക്കുന്ന പേര് എത്ര സിൻസിയറായിട്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ 100% ഇതൊരു വിജയമാണ്. അപ്പൊ ഈ ഒരു സൗഹൃദം ഇനിയും ഉണ്ടാകട്ടെ. 85-87 PDC ബാച്ചിൻ്റെ ഈ വിനോദയാത്ര നമ്മെ വീണ്ടും യൗവനത്തിലേക്ക് കൊണ്ടുപോയതുപോലെ സൗഹൃദം എന്നത് കാലത്തെയും ദൂരത്തെയും അതിജീവിക്കുന്ന ഒരു ദൈവിക ബന്ധമാണെന്ന് ഈ യാത്ര തെളിയിച്ചു. കാലം താണ്ടിയാലും സൗഹൃദം അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. നന്ദി.